ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ എല്ലാവരും അറിയാവുന്ന ഒരു വാർത്ത, അതിനെ കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശദീകരണം ഇനി പറയണോ വേണ്ടേ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേറൊന്നുമല്ല, മമ്മൂക്ക. അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മുടെ മലയാളത്തിന്റെ അഹങ്കാരം, അല്ലെങ്കിൽ നമ്മുടെ മഹാനടൻ മമ്മൂക്ക. എനിക്ക് തോന്നുന്നു ഇപ്പോ ഇതുവരെ വാങ്ങാത്ത അവാർഡുകളോ അല്ലെങ്കിൽ വേറെ പ്രശസ്തി പത്രങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഇന്നലെ ഒരു രാത്രി, ഇപ്പൊ ഈ 2 ദിവസങ്ങളിലായിട്ട് ആളുടെ ഒരു സൈബർ ആക്രമണം, ആൾക്ക് നേരിടുന്ന ഒരു സൈബർ ആക്രമണത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്ന പോലെ നമ്മുടെ സഖാവ് റഫീഖ്, അപ്പോ ആളുടെ ആ ഒരു വീഡിയോ ആദ്യം കണ്ട സമയത്ത് സത്യം പറയാലോ, ഞാനൊരു മമ്മൂട്ടി ആരാധകനാണ്. പക്ഷെ നമുക്ക് ആ വീഡിയോ ആദ്യം കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ എന്തോ ഒരു ഇത് നമുക്ക് തോന്നും. കാരണം ഇത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ശരിക്കും പറയേണ്ടിയിരുന്നില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം എല്ലാം ഓപ്പണായി തുറന്ന് പറയുന്ന ആളാണ് മമ്മൂക്ക. അല്ലെങ്കിൽ പലരും പറയാറുണ്ട് മമ്മൂക്ക് നല്ല അഹങ്കാരമാണ്, മമ്മൂക്ക് എന്തും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയും. ഒക്കെ ശരിയാണ്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു വേദിയിൽ വെച്ച് മമ്മൂക്ക് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ആള് അത് ലളിതമായി എടുത്തു. വേറെ വല്ല ആളുകളൊക്കെ ആണെങ്കിൽ എന്തൊക്കെയാ ചെയ്യാൻ നമുക്ക്, അല്ലെങ്കിൽ ഇപ്പൊ ഇതുവരെ ഇപ്പോഴും ആള് സിമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മൂക്ക കൈരളി ടിവിന്റെ ചെയർമാനാണ്. അല്ലെങ്കിൽ മമ്മൂക്ക പണ്ട് മുതലേ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് പല പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ പല ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. എന്നിരുന്നാൽ പോലും ആ ഒരു വേദിയിൽ മമ്മൂക്ക കാണിച്ചത് ശരിയായിട്ടില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാല് അത് എത്ര തന്നെ സ്ട്രേറ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞാലും അത് ആ രീതി ശരിയല്ല. രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ജനങ്ങളുടെ പണം, അതൊരു പോയിന്റാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ടൗൺഷിപ്പ് ഒരു പാർട്ടിയുടെയും സ്വന്തം ഫണ്ടിൽ നിന്ന് വന്നതല്ല, ജനങ്ങളുടെ പണമാണ്. അതിലിപ്പോ പല ആളുകളും പല പാർട്ടിക്കാരും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇന്ന പാർട്ടിക്ക് വേണ്ടി മാത്രം അങ്ങനെ ഒരു സ്വീകാര്യത ഇവിടെ ഇല്ല. അത് നമുക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ 100% യോജിക്കുന്നു. പിന്നെ എനിക്ക് രണ്ടാമത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കാരണം നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരോട് അല്ലെങ്കിൽ ഞാനിപ്പോ സത്യം പറയാലോ, ഈ ഒരു വീഡിയോ ഒരു പാർട്ടിയെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ വ്യക്തിഗത ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനോ അല്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, എനിക്ക് ശരി തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയുന്നു. നിങ്ങൾക്ക് അതിനി ശരിയല്ല, ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നുന്നവർക്ക് ധൈര്യമായിട്ട് കമന്റിൽ പറയാം. എനിക്ക് യാതൊരുവിധ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോ നമുക്കതിൽ പറയണ്ടായി ജനങ്ങളുടെ പൈസയാണ്, അല്ലെങ്കിൽ അടുത്ത് എനിക്ക് ആരും വരുന്ന അറിയില്ല. അത് ആളുടെ ഒരു എന്താ പറയാ, ആള് സ്ട്രേറ്റ് ഫോർവേഡ് ആൾ പറഞ്ഞു. അതോടൊക്കെ ഞാൻ ആളുടെ കൂടെ യോജിക്കുന്നു. പക്ഷെ ആ ഒരു വേദിയില് നമ്മുടെ റഫീഖ് സഖാവിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിട്ടില്ല. അത് 100% ഞാൻ അതുകൊണ്ടാണല്ലോ മമ്മൂക്ക സത്യം പറഞ്ഞ റഫീഖിനെ മീൻസ് സഖാവിനെ വിളിച്ചത്. അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പ്രശ്നം ഇനിയും കത്തിക്കയറുമോ എന്ന് മമ്മൂക്കയ്ക്ക് മനസ്സിലായി. മമ്മൂക്ക അത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഖാവിനെ വിളിച്ചു. സഖാവ് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞ ആ മനുഷ്യനോട് ഒരു സ്നേഹം തോന്നുന്ന നിമിഷമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു പാർട്ടിയുടെ വ്യക്താവെന്നല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ ആളെടുത്ത ഒരു വിധം, അതിന് സത്യം പറഞ്ഞ് അപ്രിഷിയേറ്റ് ചെയ്യണം. കാരണം വേറെ വല്ല ആളുകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ നമുക്കവിടെ വീട്ടിൽ റാലിയോ അല്ലെങ്കിൽ ജാതിയോ വേണമെങ്കിൽ വരുത്തിക്കാം. ഓക്കെ, പക്ഷെ ആ ഒരു ആളെടുത്ത ആ ഒരു സിറ്റുവേഷൻ ആൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്ക് അത് നല്ല സന്തോഷമുണ്ട്. പിന്നെ വയനാട്ടുകാർക്ക് റഫീഖ് എന്ന സഹാബ് ആരാണ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ മഹാനടൻ കാണിച്ചത് കുറച്ച് ഒന്ന് കടന്നുപോയി എന്നാണ് എന്റെ ഒരു അഭിപ്രായം. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ള മെയിൻ കാരണം, നമ്മുടെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പല വേദികളിലും കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നൊന്നും ഈ സൈബർ ആക്രമണം ഞാൻ കണ്ടിട്ടില്ല. അത് കമ്മ്യൂണിസ്റ്റുകാർക്കോട് ഞാൻ ഓർമ്മിക്കുകയാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാല് മാധ്യമങ്ങളോടും ജനങ്ങളോടും പല വിദ്യാർത്ഥികൾ ഫോൺ എടുക്കാൻ വന്നപ്പോഴും സെൽഫി എടുക്കാൻ വന്നപ്പോഴൊക്കെ ഫോൺ തട്ടിപ്പറഞ്ഞുകൊണ്ടും വലിച്ചെറിഞ്ഞുകൊണ്ടും കടക്ക് പുറത്തുനിന്ന് പറഞ്ഞ ഒരാളുണ്ട് നമ്മുടെ സമൂഹത്തില്. അപ്പൊ ആൾക്കെതിരെ ഒന്നും സൈബർ ആക്രമണം നടക്കുന്നില്ല. പിന്നെ മമ്മൂട്ടി എന്ന പേരിനോടാണോ നിങ്ങൾക്ക് ഇത്ര പ്രശ്നം എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കാണിച്ചത് രീതി ശരിയല്ല. ബാക്കി ഒഴിച്ച് നമുക്ക് പറഞ്ഞതോട് ഞാൻ 100% യോജിക്കുകയാണ്. ആളുടെ പ്രസ്താവനയോടുകൂടി 100% യോജിക്കുകയാണ്. താങ്ക് യു.